ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ സത്യം അല്ല എന്ന് പരമമായ സത്യത്തെ അറിയുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുക. ആകാശത്തിൽ നീലിമ പോലെയാണ്. ആകാശത്തിൽ നീല നിറം എന്ന ഒരു മേലാപ്പില്ല. പക്ഷേ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നീല നിറത്തിൽ ഒരു മേലാപ്പ് കെട്ടിയതുപോലെ തോന്നുന്നില്ലേ? വാസ്തവത്തിൽ അവിടെ അങ്ങനെയൊന്നില്ല. അനന്തതയെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ആ നീല നിറം നമുക്ക് ദൃശ്യമാകുന്നത്. നീല എന്നത് അനന്തതയെ സൂചിപ്പിക്കുന്നു. നല്ല ആഴമുള്ള വെള്ളത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് നീല നിറം തോന്നാറുണ്ട്. വാസ്തവത്തിൽ ആ വെള്ളം നീലം കലക്കിയതല്ല, അവിടെ ഒന്നുമില്ല, കുറേ ആഴമുണ്ട് എന്ന് കാണിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണത്. അതേപോലെയാണ് ഈ ദൃശ്യജാലങ്ങൾ എല്ലാം എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. യഥാർത്ഥമായ സത്യത്തെ അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ മാത്രമാണ് പരമസത്യം എന്ന് ഭ്രമിച്ച് ഇതിൻ്റെ ലഭ്യതയ്ക്കായി ആയുഷ്കാലം മുഴുവൻ വിനിയോഗിക്കുന്നു. ഇതാണ് നമുക്ക് സുഖത്തിനും സുരക്ഷയ്ക്കും കാരണമെന്ന് തെറ്റായി ഭ്രമിച്ചിരിക്കുകയാണ്. ഈ ഭ്രമം നീങ്ങിയാൽ മാത്രമേ നമുക്ക് ദൃക്കാകുന്ന പരമസത്യത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിങ്ങനെ 3 രൂപത്തിലാണ് നമുക്ക് ഇതനുഭവമാകുന്നത്. അവസ്ഥാത്രയരൂപത്തിൽ തോന്നുമീ ദൃശ്യസഞ്ചയം, വിണ്ണിൽ നീലിമ പോലെന്നും കാണും മിഥ്യാ പദാർത്ഥമായി. ഈ ദൃശ്യജാലങ്ങളെല്ലാം 3 തരത്തിൽ നാം ദർശിക്കുന്നു. അതിനാണ് അവസ്ഥാത്രയം. 3 അവസ്ഥകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത് ഇപ്പോൾ ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥ. രണ്ടാമത്തേത് ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നും നാം പിൻവലിയുമ്പോൾ സ്വപ്നാവസ്ഥ എന്ന മറ്റൊരവസ്ഥയിലേക്ക് മാറും. സ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ലല്ലോ. സ്വപ്നം കാണുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചാണ്, മനസ്സിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പുറത്തേക്ക് നാം ഒഴുകുന്നേയില്ല സ്വപ്നം കാണുമ്പോൾ. പക്ഷേ പുറത്തുള്ള കാഴ്ചകളാണ് നാം സ്വപ്നരൂപത്തിൽ കാണുന്നത്. ജാഗ്രത അവസ്ഥയിൽ കണ്ടതും കേട്ടതുമായ വസ്തുക്കളെല്ലാം നമ്മുടെ സ്മൃതിമണ്ഡപത്തിൽ, നമ്മുടെ ബോധമണ്ഡലത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നു, റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആ റെക്കോർഡ് ചെയ്ത് വെച്ചവയാണ് സ്വപ്നരൂപത്തിൽ നമ്മുടെ ബോധം ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവമാകുന്നു. മൂന്നാമത്തേന് സുഷുപ്തി എന്ന് പറയുന്നു. ഒന്നാമത്തെ ജാഗ്രത അവസ്ഥ, രണ്ടാമത്തെ സ്വപ്നാവസ്ഥ, മൂന്നാമത്തേത് സുഷുപ്തി അവസ്ഥ. ഇങ്ങനെ 3 അവസ്ഥകളെക്കുറിച്ച് മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഈ 3 അവസ്ഥകളും വാസ്തവത്തിൽ ഒരേപോലെ തന്നെയാണ്. ഈ ദൃശ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഇതിൽ സുഷുപ്തി അവസ്ഥയിൽ ഒന്നുമില്ല. ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ നമ്മൾ പരമമായ സുഖമാണ് അനുഭവിക്കുന്നത്. ആ സുഖത്തിനായിട്ട് ഒരു വസ്തുവിൻ്റെയും സഹായം ആവശ്യമില്ലതാനും. ഒരു വസ്തുവിൻ്റെയും സാന്നിധ്യം ഇല്ലാതെയാണ് സുഷുപ്തിയിൽ സുഖം അനുഭവിക്കുന്നത്. ആ സുഖം നമ്മൾ അപ്പോഴറിയുന്നില്ല, ഉണർന്ന ശേഷമാണ് അറിയുന്നത്. അതിനാൽ സുഷുപ്തിയിലെ സുഖം നമ്മൾ അറിയുന്നത് ഉണർന്നു വരുമ്പോഴാണ്. ജാഗ്രത അവസ്ഥ കാണുന്ന സമയത്ത് ഇതാണ് പരമസത്യം എന്ന് തോന്നും. എന്നാൽ സ്വപ്നാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ജാഗ്രത അവസ്ഥ ഇല്ലാത്തതും സ്വപ്നം ഉള്ളതുമായിട്ട് അനുഭവമാകും. സുഷുപ്തിയിലെത്തുമ്പോൾ നമുക്ക് ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും ഇല്ല, ഞാനും ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്.
ഒന്നുമില്ലാത്ത അവസ്ഥ സുഖത്തിൻ്റെ ഉറവിടമാണെന്ന് ഉണരുമ്പോൾ മനസ്സിലായി. എന്നാൽ ഈ മൂന്നവസ്ഥകളിൽ കൂടിയാണ് ഈ ദൃശ്യജാലങ്ങളുടെ എല്ലാം മറിമായം നടക്കുന്നത്. ഈ അവസ്ഥാത്രയ രൂപത്തിൽ തോന്നുമീ ദൃശ്യസഞ്ചയം. അവസ്ഥാത്രയ രൂപത്തിൽ ഈ ദൃശ്യസഞ്ചയങ്ങളെല്ലാം നമുക്ക് തോന്നുന്നു. ഏതുപോലെ? വിണ്ണൽ നീലിമ പോലെ എന്നും കാണും മിഥ്യാപദാർത്ഥമാവും. വിണ്ണിൽ ആകാശത്തിൽ നീലനിറം പോലെ ഈ പദാർത്ഥങ്ങളെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നവയാണ്. അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. കാണും മിഥ്യാപദാർത്ഥമാം. ഈ പദാർത്ഥങ്ങളൊക്കെ ഇന്നുണ്ടായി നാളെ ഇല്ലാതെയാകുന്നവയുമാണ്. ഇതുണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് ഈ ദൃശ്യജാലങ്ങളെല്ലാം തന്നെ. അതിനാൽ ഇവ സുഖസ്വരൂപമല്ല. ഇവ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടിയും വരുന്നു. അവസ്ഥാത്രയ രൂപത്തിൽ തോന്നുമീ ദൃശ്യസഞ്ചയം. വിണ്ണിൽ നീലിമ പോലെന്നും കാണും മിഥ്യാപദാർത്ഥമാം.